തുടരുക ദയവായി. ഇപ്പോൾ വട്ടിയൂർക്കാവ് അജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിത്ത്, എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. ഈ അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോൻ എത്തുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അമ്മയുടെ തലപ്പത്തേക്ക് ഇപ്പോ ശ്വേതാ മേനോൻ വരുന്നതിൽ എനിക്ക് വേറെ നമുക്കോ നമ്മുടെ പുരുഷന്മാരുടെ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ തന്നെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് WCC അത് എവിടെ എത്തി എന്നുള്ളത് ആലോചിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നയിക്കാനുള്ള കഴിവ് കൂടുതലും പുരുഷന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 30ഓളം വർഷം ഈ അമ്മ സംഘടന വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ തലപ്പത്ത് വരേണ്ടത് മമ്മൂട്ടിയോ മോഹൻലാലോ തന്നെയാണ്. അവർക്ക് അത് നയിക്കാനുള്ള ഒരു നേതൃത്വം കൊടുക്കാൻ പറ്റൂ. അതിന് താഴോട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് നയിക്കാനുള്ള കഴിവ് കൂടുതൽ പുരുഷന്മാർക്കാണ് എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ പ്രഥമ വനിത പോലും ഒരു സ്ത്രീയാണ്. WCC നോക്കിയാൽ മതിയല്ലോ. WCC തുടക്കവും ഒടുക്കവും ഒക്കെ എന്തായി എന്നുള്ളത് അത് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം ഏതൊരു സംഘടനയായാലും അവിടെ നന്നായിട്ട് ആ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം സ്ത്രീകൾ തന്നെ, മഞ്ജു വാര്യരാണല്ലോ എന്റെ ഈ WCC സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച ആള്. അവരിപ്പോ അവിടെ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള നടിമാരാരും അവരില്ല. കുറച്ചുപേര് അവസാനം അതിനെ നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ഉടായ്പ രീതിയിൽ കൂടിയാണ് WCC വെക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു വർഷം. പക്ഷേ ഇവിടെ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞു. അതാദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇത്രയും വർഷം എന്തുകൊണ്ട് ഈ സംഘടനയിൽ ഒരു പ്രശ്നമില്ലാതെ പോയി എന്നുള്ളത് അതിന്റെ നേതൃത്വ പാഠമല്ലേ. അവിടെ ഇടവേള ബാബുവിനെ പോലുള്ളവരും ഇന്നസെന്റിനെ പോലുള്ളവരും മോഹൻലാലും ഒക്കെ ഇരുന്നത് കൊണ്ടാണ് അവിടെ ഇത്രയും നന്നായിട്ട് പോയത്. ഇപ്പൊ ഈ ചെയ്തു എന്ന് പറയുന്ന ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ശ്വേതാ മേനോനെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ ന്യായീകരിക്കുകയല്ല. തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. ഇത് തന്നെയല്ലേ സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ താഴോട്ടിറക്കാം? ഇപ്പൊ തന്നെ എത്ര നടന്മാർക്കെതിരെയാ പീഡന പരാതികൾ കൊടുത്തിരിക്കുന്നത്? ഇത് ശരിയാണോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഈ സ്ത്രീകൾ ചെയ്യുന്നതിലും തെറ്റുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നേതൃത്വത്തിലേക്ക് ശ്വേത വരികയും ശ്വേത വരുന്നപ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അത് തെറ്റ് തന്നെയാണ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. പല മേഖലയിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഒരു നാണവും മാനവും ഇല്ലാതെ അവര് പുരുഷന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പല സ്ഥാനങ്ങളും അവിടെ നിന്ന് തെറിക്കപ്പെടുകയാണ്. ഇപ്പൊ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പുതിയ കമ്മിറ്റി അവിടെ എങ്ങനെ അവർക്ക് പിന്മാറേണ്ടി വന്നു? അതാദ്യം നമ്മൾ നോക്കണ്ടേ. ഇവിടെ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ രാജിവെക്കണം, എപ്പോ പുറത്തു പോകണം. അവൻ മത്സരിക്കാൻ പാടില്ല. മത്സരം എന്ന് പറഞ്ഞാൽ അത് മത്സരമായിരിക്കണം. ഇവിടെ ശ്വേതാ മേനോൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഗദീഷിനെ പോലുള്ള മുൻനിര നടന്മാര് അതിൽ നിന്ന് പിന്മാറി. അത് ശരിയാണോ? അങ്ങനെയാണോ? മത്സരമായിട്ട് നേരിടണം. ശ്വേത അങ്ങോട്ട് പറയേണ്ടതായിരുന്നു. ഞാൻ എല്ലാവരും ആരും പിന്മാറേണ്ട കാര്യമില്ല, മത്സരിച്ച് വിജയിക്കണം. അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം പെണ്ണെന്ന് പറയുന്നത്. പെണ്ണിന്റെ കരുത്ത് അവിടെയാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുന്നു, ഉടനെ കുറച്ചുപേര് പുരുഷന്മാരെല്ലാവരും അങ്ങ് മാറിക്കൊടുക്കുകയാണ്. അതെന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ മാറരുത്. സംവരണത്തിന്റെ പേരിലല്ല. അങ്ങനെ അല്ല സ്ത്രീകൾ മുന്നോട്ട് മുൻനിരയിൽ വരേണ്ടത്. അവർ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾക്ക്, ഇനി വരുന്ന തലമുറയ്ക്ക് സ്ത്രീകൾക്ക് മാതൃകയാകണം. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഈ നാറിയ കളികൾ സ്ത്രീകളും കളിക്കരുത്. ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ സ്ത്രീ മീനു മുനീർ ഇപ്പൊ എവിടെ പോയി? ബാലചന്ദ്ര മേനോന്റെ കേസിൽ ഇപ്പോ ബാലചന്ദ്ര മേനോൻ കേസ് കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് വന്നു. അപ്പൊ അവർ കേസുകൾ ഇവിടെ ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ നൽകിയത് കള്ളക്കേസാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? കള്ളക്കേസായാലും ഒറിജിനൽ കേസായാലും എന്ത് തോന്നിയാലും ഇങ്ങനെയുള്ള പരാതികൾ ഇങ്ങനെയുള്ള സമയത്ത് കൊടുക്കരുത്. അതിനെ ഞാൻ വിമർശിക്കുകയാണ്. കാര്യം സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളത് തന്നെ. അവർ മത്സരിച്ച് ജയിക്കട്ടെ. ജയിക്കുകയാണെങ്കിൽ അവരോട് പ്രസന്റ് ആയിട്ട് ഇരിക്കട്ടെ. അവർക്ക് നയിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക്. ഈ സിനിമയിൽ അർദ്ധനഗ്നരായി പുരുഷന്മാർ വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയാണ്? സിനിമയിലൊക്കെ അർദ്ധനഗ്നരായി പുരുഷന്മാരും അഭിനയിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സിനിമയല്ലേ, സിനിമയാവുമ്പോ പുരുഷന്റേതായിട്ടുള്ള ശരീര ഭംഗി പുറത്ത് കാണിക്കുന്നുണ്ട്. അത് വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ സ്ത്രീകൾ എന്താ പറയാ, കഥാപാത്രത്തിന് യോജിക്കാത്ത രീതിയിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ ശരീരഭാഗം കാണിക്കണം. ഒരു കൂലിപ്പണിക്കാരന്റെ ഒരു വേഷം മമ്മൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഷർട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ബനിയനിട്ടിരിക്കാം, അല്ലെങ്കിൽ അതും കാണില്ല. കാര്യം ആ വേഷത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞ നടിമാര് ഭൂരിഭാഗവും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
അവരുടെ വേഷം ഏതായാലും അവർ വസ്ത്രങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു പ്രശ്നം തന്നെയാണ്.